ചേച്ചി, മോളുടെ കാര്യം എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? സച്ചേട്ടനെവിടെ? ചേച്ചി എന്താ ഒന്നും പറയാത്തെ? സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? ഒന്നും ആയില്ല, അവരന്വേഷിക്കുന്നുണ്ട്. അവിടെ വെച്ച് എനിക്കൊരു തളർച്ച വന്നു. സച്ചേട്ടനൊരു ടാക്സി വിളിച്ച് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടു. എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ അവര് വിളിക്കും. ദൈവമേ, എന്റെ ആവണിമോൾ കരുതാത്തൊന്നും സംഭവിക്കല്ലേ. എന്താ ചേച്ചി നമ്മുടെ വീട്ടിലിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന? നന്ദേട്ടന് അപകടം പറ്റി, അനുപേട്ടൻ ജയിലിലായി. ഇപ്പൊ ആവണിമോളെ കാണാനുമില്ല. ഈ അവസ്ഥയില് എന്താ ചെയ്യേണ്ടെന്നോ എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ആവണിമോളെ അനുപേട്ടനെ രക്ഷിക്കണം. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടിയില്ല. ഇതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. അനുപേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. അതിനിടയിൽ ആവണിമോളും കൂടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ല. ആരോ അവളെ കാറിൽ കയറ്റി കൊണ്ടുപോയെന്ന് മാത്രമാണ് വിവരം കിട്ടിയത്. എന്റെ ദൈവമേ, ആവണിമോള് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആളുകൾ ഉപദ്രവിക്കാൻ മടിക്കാത്ത കാലോ. ദിവസം ഇതുപോലെ എത്രയോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അതുപോലെ നമ്മുടെ ആവണിമോൾക്ക് സംഭവിച്ച പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നീ വിഷമിക്കണ്ട, അരുതാത്തൊന്നും സംഭവിക്കില്ല. വേണ്ടാത്തൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട. നമ്മുടെ ആവണിമോള് തിരിച്ചു വരും. അവക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ആദ്യം കൊഞ്ചിച്ചതും ലാളിച്ചതും എല്ലാം അവളെയാ. അവക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് വയ്യ. നമ്മൾ ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ മീരടുത്തയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ആകെ തകർന്നു നിൽക്കുക പാവം. അവരുടെ ആകെയുള്ള പ്രതീക്ഷ ആവണിമോള്. അനുപേട്ടനെയും മീരടുത്തിയുടെയും ജീവനാ അവള്. അവൾക്കൊരു പോറൽ പറ്റിയ പോലും മീരടുത്തി അനുപേട്ടനും പിന്നെ ജീവിച്ചിരിക്കില്ല. ജയിലിൽ കിടക്കുന്ന അനുപേട്ടൻ ഇതെങ്ങനെ സഹിക്കും? അവിടെ കിടന്ന് നിലവിളിക്കാൻ മാത്രമല്ലേ ആ പാവത്തിന് കഴിയൂ. നമ്മളിനി എന്താ ചെയ്യാ ചേച്ചി? എനിക്കറിയില്ല. ആവണിമോൾക്കൊന്നും വരുത്തില്ല. അത് ശരി. അപ്പോ ഞാൻ സംസാരിച്ചൊക്കെ നിങ്ങൾ കേട്ടു. കേൾവി ശക്തി പോയിട്ടില്ല. കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തു പറ്റി? ഞാൻ മധുവിനോട് പറഞ്ഞ നിങ്ങക്ക് ഇഷ്ടായില്ലേ? അപ്പൊ സംസാരിക്കാൻ മാതറക്കാറായല്ലേ? നിങ്ങൾക്കിനി തരേണ്ട മരുന്ന് എന്താണെന്ന് എനിക്കറിയാം. സ്ലോ പോയിസൺ തന്ന് തന്നെ ഞാൻ കൊല്ലും. ആഹാ, താനെല്ലാം വിളിച്ചു പറയാൻ പോവാണോ? എന്നാ പിന്നെ താനങ്ങ് ചാവ്. അപ്പോ ഒന്നും അറിയുന്നില്ലെന്നുള്ള തന്റെ അഭിനയായിരുന്നല്ലേ? താൻ ചാവുന്നതാ നല്ലത്. താനങ്ങ് ചാവടോ.
അതാ നല്ലത്. നീ ഇതുപോലെ ചെയ്ത നിന്റെ ശവം ഇവിടെ വീഴും. ഈ പാവത്തിന് നീ ഒരുപാട് ദ്രോഹിച്ചു. എല്ലാവരുടെ മുൻപിൽ സ്നേഹമുള്ള ഭാര്യയായിട്ട് അഭിനയിച്ചത് നന്ദനെ കൊല്ലാനായിരുന്നല്ലേ? ആരടി നീ? നിന്നുണ്ടല്ലോ ഇനി പലതും കേൾക്കാനും കാണാനും പോകുന്നതേ ഉള്ളൂ. ഇനി നന്ദന്റെ ദേഹത്തൊരു പോറലേറ്റോ നിന്നെ തീർത്തു കളഞ്ഞ ശവമേ. പോടി. നീ ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ വരും. എന്റെ ആവണിമോളുടെ ദേഹത്ത് ഒരു പൂഴി മണൽ വാരിയിട്ടാണ്ടല്ലോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ എന്ത് ചെയ്യും? നിന്റെ ആവണിമോള് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, ജീവനോടെ. കുറച്ചു കഴിഞ്ഞാൽ അതിന് ജീവൻ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല.